ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാജീവ് കുറച്ച് സ്വർണം ചെട്ടിയാരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുധീഷിനോട് ആവശ്യപ്പെടുകയാണ്. ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് മോനെ എന്ന് പറയുമ്പോൾ ഇടയിൽ അരുണും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടതായിരുന്നു സുധീഷെ, ഈ കാലം വെച്ച് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷിനെ നിർബന്ധിക്കുകയാണേ. എന്നിട്ട് രാജീവ് ആ ബാഗ് കൈമാറുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത്രയും പണവും സ്വർണ്ണമായിട്ട് പോകുന്നതായിട്ട് ഓർക്കണ്ട, സാധാരണ യാത്ര പോലെ പോയാൽ മതി, ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി, പോലീസ് ചെക്കിംഗ് ഒന്നും കാണത്തില്ല, ഇനി അഥവാ ഉണ്ടായാൽ തന്നെ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ബാഗ് കൊടുക്കുമ്പോൾ നമ്മുടെ സുധീഷ് ഒരു സംശയത്തോടെ വാങ്ങുന്നില്ല കേട്ടോ. അന്നേരം വാങ്ങിക്ക് സുധീഷെ എന്ന് പറയുമ്പോൾ നമ്മുടെ നിതിൻ പറയുന്നുണ്ട് കേട്ടോ, വാങ്ങുന്നു. അങ്ങനെ സുധീഷ് വാങ്ങുന്നു. സുധീഷ് ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാനങ്ങ് കുടുങ്ങിപ്പോയേനെ, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുധീഷ് അവിടുന്ന് വണ്ടിയിലായി ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെയാണ്. സുഭാഷിന്റെ അടുത്ത് അവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ, ഒരു ഹിന്ദിക്കാരി, അവളായിട്ട് ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അന്നേരം ആ പെണ്ണ് പറയുന്നുണ്ട് സുഭാഷിന്റെ കുക്കിംഗ് ഉഷാറാണെന്നുള്ളത്. അപ്പൊ സുഭാഷ് ചോദിക്കും, എന്താ ചപ്പാത്തിയാണോ കഴിക്കുന്നതെന്ന്. ഏട്ടന് ചോറും എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ രണ്ടും ഉണ്ടാക്കാറുണ്ടെന്ന് പറയുന്നു. അവിടെ അങ്ങനെ ഒരു ഇത് കേട്ടോ, അവർ ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതായിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷിന് വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ സംശയമാണ് കേട്ടോ, ഇയാള് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇത്രയും പണവും സ്വർണ്ണവും എന്നെ ഏൽപ്പിക്കേണ്ട കാര്യം എന്താ, അയാൾക്ക് തന്നെ അങ്ങ് കൊണ്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അന്നേരം നമ്മുടെ സുധീഷിനൊരു ബുദ്ധി തോന്നിയിട്ട് ആ ചെട്ടിയാരങ്ങ് വിളിക്കുകയാണ് കേട്ടോ, സംഭവം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്നേരം അയാൾ പറയും, അരുണൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോന്നാൽ മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നു. അന്നേരം സുധീഷ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അപ്പം അത് ശരിയാണ്, പിന്നെ ഇനി വല്ല ആളുകളെയും വെച്ച് എന്നെ പിടിപ്പിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജീവും നിധിയും അരുണും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ്. അന്നേരം മീനിന്റെ മുള്ളൊഴിവാക്കി അതിന്റെ ഇറച്ചി മാത്രം നമ്മുടെ നിധിക്ക് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ രാജീവ്. എന്നിട്ട് പറയും, ആദ്യം നിനക്ക് മുള്ളുള്ള മീൻ കഴിക്കാൻ അറിയില്ല, പകുതി മുഴുവൻ വേസ്റ്റ് ആക്കും, ആദ്യം ഞാനാണല്ലോ നിനക്ക് അതിന്റെ ഇറച്ചി എടുത്ത് തരുന്നത്, കഴിക്കും മോളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അരുണ് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയതിന് ശേഷം അച്ഛൻ ഓഫീസിൽ പോലും മര്യാദയ്ക്ക് വരാറില്ല, അച്ഛനാകെ നാണക്കേടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിധിക്കാകെ സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുള്ളു തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഉരുള ചോറിട്ടിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് രാജീവ് പറയുന്നു. അപ്പോൾ അത് ശരിയാവും. അങ്ങനെ നിധി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെട്ടിയാരുടെ മാനേജർ വിളിക്കുന്നുണ്ട് കേട്ടോ, സുധീഷ് ഇതുവരെ സ്വർണ്ണമായിട്ട് അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. അന്നേരം അരുൺ പറയുന്നുണ്ട്, ഇതെത്തിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അന്വേഷിക്കട്ടെ എന്ന്. അന്നേരം രാജീവൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, സുധീഷ് അവിടെ ഇതുവരെ എത്തിയിട്ടില്ല, ചെട്ടിയാരുടെ മാനേജറാണ് വിളിച്ചതെന്നുള്ളത്. അന്നേരം നമ്മുടെ നിധിയാണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണേ.